അവർ തങ്ങളുടെ കഷ്ടതയിൽ ആരോടാ നിലവിളിച്ചത്? യഹോവയോട് നിലവിളിച്ചു. അവൻ അവരെ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും വിടുവിച്ചു. അപ്പോൾ ഞെരുക്കമെന്ന് പറഞ്ഞാൽ എന്തോ? ആഗ്രഹിച്ചിടത്തെത്താൻ കഴിയാത്തതാണ് ഞെരുക്കം. ആഗ്രഹിച്ച ഒരു ലക്ഷ്യസ്ഥാനമുണ്ട്, തുഴഞ്ഞിട്ടും എത്താൻ കഴിയാത്ത ഒരു തുറമുഖമുണ്ട്. എന്നാൽ മനുഷ്യന്റെ അധ്വാനം പരാജയപ്പെട്ടു, അറിവുകൾ പരാജയപ്പെട്ടു, എന്ത് ചെയ്തിട്ടും ഒരു പുരോഗതിയില്ല, ഒരു നന്മയില്ല. ഞങ്ങളുടെ എക്സ്പീരിയൻസ് അല്ല, ഞങ്ങളുടെ അധ്വാനമല്ല ഞങ്ങളെ ആശിച്ച തുറമുഖത്ത് എത്തിക്കുന്നത്. ഞങ്ങളുടെ സ്ഥിതി മാറ്റാൻ കഴിയുന്ന ഒരു ദൈവമുണ്ട്. മുട്ടുമടക്കേണ്ടവൻ്റെ മുമ്പിൽ മുട്ടുമടക്കിയപ്പോൾ, കരയേണ്ടവൻ്റെ മുമ്പിൽ ജനം കരഞ്ഞപ്പോൾ അവൻ ഇറങ്ങി വന്നു. എന്തിനെന്നറിയാമോ? അവരെ ആശിച്ച തുറമുഖത്ത് എത്തിക്കുവാൻ, അവരുടെ ഞെരുക്കങ്ങളിൽ നിന്നും അവരെ വിടുവിക്കുവാൻ. എൻ്റെ അധ്വാനം പരാജയപ്പെട്ടു, എൻ്റെ അറിവുകൾ പരാജയപ്പെട്ടു, ഒരു തുറമുഖത്തെത്താൻ എനിക്ക് പറ്റുന്നില്ല എന്ന് നീ ചിന്തിക്കുന്നെങ്കിൽ, നീ ഭാരപ്പെടുന്നെങ്കിൽ, നിനക്ക് ആശ്രയിക്കാൻ കഴിയുന്ന, ആമേൻ, നിനക്ക് വിളിച്ചപേക്ഷിക്കാൻ കഴിയുന്ന ഒരു നാമമുണ്ട്. ആ നാമമാ യേശു. യേശുവിനെ വിളിച്ചപേക്ഷിക്കുമ്പോൾ അവൻ മൗനമായിരിക്കുന്നവനല്ല, അവൻ അവരുടെ ഞെരുക്കങ്ങളിൽ നിന്ന് അവരെ വിടുവിച്ചു. ചില പ്രതികൂലങ്ങൾ എന്തിനാ വരുന്നതെന്നറിയാമോ? നമ്മുടെ ദൈവം ആരെന്നൊന്ന് വെളിപ്പെടുത്താനായിട്ടാ. ചില പ്രശ്നങ്ങളെ നമ്മൾ അഭിമുഖീകരിക്കുന്നത് എന്തിനാണെന്നറിയാമോ? ചില ഞെരുക്കങ്ങൾ ജീവിതത്തിൽ കടന്നു വരുന്നത് എന്തിനാണെന്നറിയാമോ? ഞെരുക്കങ്ങളിൽ നമ്മളെ കൈവിടാതെ നമ്മെ വിടുവിക്കാൻ ഒരുവൻ ഉണ്ടെന്ന് ശത്രുവിനൊന്ന് വെളിപ്പെടുത്താനായിട്ടാ. എനിക്കൊരു ഞെരുക്കം വന്നെങ്കിൽ അതിൽ നിന്നും എന്നെ വിടുവിക്കാൻ കഴിയുന്ന ഒരുവനെ ഞാൻ സേവിക്കുന്നത്. അവൻ എഴുന്നേറ്റാൽ തിരകൾ ശാന്തമാകും, അവൻ എഴുന്നേറ്റാൽ കാറ്റിനെ ശാസിക്കും, അവൻ എഴുന്നേറ്റാൽ ഞാൻ ആശിച്ച തുറമുഖത്തണയും.